ഇന്ന് രാത്രിയിലെ തിരുവചന ചിന്തയ്ക്ക് അടിസ്ഥാനമായിട്ട് നമ്മൾ വളരെ പരിചിതമായ 2 വാക്യമാണ് വായിച്ചത്. ഒന്ന് 78-ാം സങ്കീർത്തനം, അതിൻ്റെ 9-ാമത്തെ തിരുവെടുത്ത്. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. 2-ാമത്തെ വാക്യം ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൻ്റെ 18. സെബുലൂൻ പ്രാണനെ ത്യജിച്ച ജനം, നഫ്താലി പോർക്കള മേടുകൾ തന്നെ. 2 വാക്യവും കൂടെ ഒന്ന് ചേർത്ത് പറഞ്ഞാൽ ഒരു ഗോത്രം 3 ഗോത്രത്തെ പരാമർശിക്കുന്നു. അതിൽ 2 ഗോത്രം എടുത്തു പറയണം. ഒന്ന് എബ്രയീമും 2 നഫ്താലി. എബ്രയീം പിന്മാറിപ്പോയി, നഫ്താലി പോർക്കളമേടുകൾ തന്നെ. ഇന്ന് രാത്രി ഈ 2 ഗ്രൂപ്പിൽ നാം ഏത് ഗ്രൂപ്പിലാണ് നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് നമ്മളെ ഏൽപ്പിച്ച കാര്യം നന്നായി പ്രവർത്തിച്ച് നല്ല അവകാശം പ്രാപിക്കണം. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയങ്ങൾ. ഇവിടെയൊക്കെ വചനത്തിൽ നല്ല തിട്ടമുള്ളവരായിരിക്കുന്നത്. വിശേഷിച്ച് പാമ്പാടി, കോത്തല, 14 മൈൽ, വാഴൂരെല്ലാം വളരെ തിട്ടമുള്ളവരാണ്. കാരണം ഞങ്ങൾ പ്രസംഗിക്കുന്നതിൽ ബലപ്പെടാനൊന്നും ഇരിക്കുകയല്ല, മിക്കവരും തെറ്റുന്നുണ്ടോ നോക്കിയിരിക്കുക. ആ നോട്ടോ ഇരിപ്പും കണ്ണ് ഇറുക്കിയുള്ള നോട്ടമൊക്കെ കാണുമ്പോൾ എനിക്കറിയാം തെറ്റുന്നുണ്ടോ. വചനത്തിലൊക്കെ നല്ല തിട്ടമുള്ളവരാണ്. അതുകൊണ്ട് ബൈബിള് പോലും കൊണ്ടുവരുന്നില്ല, ചിലർ കൊണ്ടുവന്നായിട്ട് തുറക്കുന്നുമില്ല. അതിനകത്ത് അത്ര തിട്ടമുള്ളത് കൊണ്ടാണ്. എല്ലാം അറിയാമല്ലോ. അപ്പം നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. 2 വാക്യങ്ങൾ വായിച്ചു. ആയുധം ധരിച്ച വില്ലാളികളാകുന്ന എബ്രയീമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി, പിന്മാറി പുറകോട്ട് പോയി. എന്നാൽ നഫ്താലി പോർക്കളം മേടുകളിൽ തന്നെ നിൽക്കുക. ഇന്ന് രാത്രി വേറൊരു വാക്യം നമുക്കെല്ലാം മനഃപ്പാഠമാ, സുപരിചിതമാ. പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് ഇനി പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്ന കൂട്ടത്തിലല്ല, മറിച്ച് വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നുണ്ട് കൂട്ടത്തിൽ. അതുകൊണ്ട് ആരും പിന്മാറരുത്. ആമേൻ. നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ ചെയ്ത് ധൈര്യത്തോടെ മുൻപോട്ട് പോകണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്ന യേശുവിനെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കി സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടി നല്ല അവകാശം പ്രാപിക്കണം. ദൈവത്തിന് മഹത്വം. ഈ 2 വാക്യങ്ങളും മണിക്കൂറുകൾ പ്രസംഗിക്കാൻ പറ്റുന്ന വിഷയം അതിനകത്തുണ്ട്. വേറെ പുസ്തകം പഠിക്കുന്നവർക്കറിയാം. എങ്കിലും ഇന്ന് രാത്രി ചില ഭാഗങ്ങൾ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ജനറൽ കൺവെൻഷൻ അല്ലയോ, ദൈവമക്കളും ദൈവദാസന്മാരും അല്ലയോ കൂടുതൽ വന്നിരിക്കുന്നത്. അതിൽ ആദ്യത്തെ വാക്യം 78-ന്റെ 9 പെട്ടെന്ന് വായിച്ചാട്ടെ. ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രൈമ്യർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞു പോയി. വേദപുസ്തകത്തിലെ പ്രധാനപ്പെട്ട പുസ്തകമാണല്ലോ സങ്കീർത്തന പുസ്തകം. 180 സങ്കീർത്തനങ്ങൾ. ഏവർക്കും അത് അറിയാം, മിക്കവർക്കും ഇത് മനഃപ്പാഠമാണ്. ഈയിടെ ഞങ്ങളുടെ സഭയിൽ ഒരു അമ്മച്ചി വന്നു, 100 വയസ്സ്. അമ്മച്ചിക്ക് സങ്കീർത്തനം മിക്കതും കാണാൻ പാഠമാണ്. 104, 103, 49, 121 എല്ലാം കാണാൻ പാഠം. 100 വയസ്സ്. ഞാൻ ഓർത്ത് നിങ്ങൾ ഞെട്ടുമായിരിക്കുമെന്ന്. നിങ്ങളിതിലും വലുത് കേട്ടിട്ട് ഞെട്ടിയിട്ടില്ല. 100 വയസ്സുള്ള അമ്മ സങ്കീർത്തനമെല്ലാം കാണാതെ പറയാം. അപ്പോൾ ഞാൻ സഭായത്തിന് വന്നപ്പോൾ മൈക്ക് കൊടുത്തു. അമ്മ എന്നെ ഒരിക്കൽ 104 കാണാതെ പറഞ്ഞു. ഞാൻ ശ്രദ്ധിച്ചു, ഒരു തപ്പും തടവും ഒന്നുമില്ല. 100 വയസ്സുള്ള അമ്മ 104 കാണാതെ പറഞ്ഞു. അപ്പോൾ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു, അമ്മയെ 104 പറയാമോ? ഇല്ല പാസ്റ്ററെ, ഞാൻ വേറൊരെണ്ണം പറയാമെന്ന്. അമ്മയ്ക്കെല്ലാം നല്ല തിട്ടമാണ്. നമ്മൾ 103 നോക്കി വായിച്ചിട്ട് ഒക്കുന്നില്ല. ചിലയിടത്ത് ഉപദേശമാരൊക്കെ പിണങ്ങരുത്, പിണങ്ങിയാലും ഒന്നുമില്ല. മരണ വീട്ടിലും ശവസംസ്കാരത്തിലൊക്കെ വായിക്കും മുഴുവൻ പൊട്ടത്തേറ്റാണ്. അന്നായി ചുമ്മാ ഇരിക്കുമ്പം മൊബൈലിൽ തോണ്ടി മാന്തി ഇരിക്കാതെ വേറെ പുസ്തകം ഒന്ന് വായിക്കുക. എന്ത് ചെയ്ത കഴുത്തറത്താ വായിക്കുകയല്ല. എന്നുവെച്ചാൽ കല്യാണത്തിന് നടക്കുമ്പോൾ, പണ്ട് ഞങ്ങളൊരു കല്യാണത്തിന് കൂടുക, ഞങ്ങളിരിക്കുക, ഷൂ പാസ്റ്റ് ഉണ്ട്. അപ്പോൾ ഒരാളെ വേറെ പുസ്തകം വായിക്കാൻ ആ വരവ് കണ്ടപ്പോഴേ ഞാൻ പ്രവചനം പറയാൻ പോലെ പറഞ്ഞാണ്ട് തെറ്റിക്കാൻ വരുവാന്ന് പറഞ്ഞു. സൂക്ഷം അങ്ങോട്ട് വന്ന ആദ്യത്തെ വാക്യമേ കാരണം ഇതുമായിട്ട് യാതൊരു ബന്ധമൊന്നും ഇല്ല. ഞങ്ങളുടെ ഒരു തള്ള പറമ്പിൽ രാവിലെ കുളിയും കഴിഞ്ഞ് കളസവും ഇട്ട് പുസ്തകം എടുത്ത് വെച്ചുകൊണ്ട് അങ്ങ് ഇറങ്ങുക. അതുപോരാ, ഓരോ ദിവസവും ദൈവവചനം വായിച്ച് ധ്യാനിക്കണം. ഞാൻ സന്ധ്യയ്ക്കും കർത്തദാസൻ വിളിച്ചപ്പോൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് മകന് തിരക്കൊക്കെ ഉണ്ട്, എന്നാലും അതെല്ലാം ഇതിനിടയ്ക്ക് നടക്കും. സ്തോത്രം. വെളുപ്പിനെയൊക്കെ ഇരുന്ന് വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് ഇതൊക്കെ അറിവുള്ള വിഷയമായി പ്രസംഗിക്കുന്നെങ്കിൽ ഒന്നുകൂടെ വായിച്ച് ധ്യാനിക്കും, തിട്ടം വരുത്തും. ദൈവത്തിൻ്റെ മകത്ത കുറ്റം പറയുകയല്ല, ദൈവവചനം വായിക്കണം. ദൈവത്തിൻ്റെ വചനം അണ്ണാക്കിന് മധുരമാണ്. ഇത് തേനിലും തേൻകെട്ടകിലും മധുരമുള്ള വചനമാ. അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവവചനമാ. ഇത് ഉലകിലൊരുക്കി ശുദ്ധ ചെയ്ത തിരുവചനമാ. ഇത് ഇളംപുല്ലിപ്പയ്യുന്ന മഞ്ഞ് പോലെയും പൊടിമഴ പോലെ മേരി പോലെയാ ദൈവത്തിൻ്റെ വചനം. ഈ വചനം ധ്യാനിച്ചാൽ, പഠിച്ചാൽ, അത് അയവറക്കിയാൽ ആമൻ വളരെ അനുഗ്രഹമാണ്. അത് അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. മുഖകാന്തിയൻ
നിൻമുഖകാന്തിയൻ മ്ലാനത നീകും നിൻ മധുരാമൃത വചനം ഖിന്നതയാകവേ പോക്കും നിൻ മധുരാമൃത വചനം ഖിന്നതയാകവേ പോക്കും മഹിമയഴും പരമേശ മഹിമേശു മഹേശ മഹിമയഴും പരമേശ മഹിമേശു മഹേശ കാർമുകിൽ ഭീകരം ആയി വരും നേരം 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 കാൺമതോ നിയമത്തിൻ വീല ആയതിൽ തീരുമൻ മാറും കാൺമതോ നിയമത്തിൻ വീല ആയതിൽ തീരുമൻ മാറും മഹിമയഴും പരമേശ മഹിമേശു മഹേശ പരമേശ മഹിമേശു മഹേശ